ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമോ? അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു യുദ്ധം ഒഴിവാക്കാൻ. എനിക്ക് തോന്നുന്നത് യുദ്ധം ഒഴിവാക്കാൻ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോൾ റഷ്യയോ ചൈനയോ ആണല്ലോ ഇതിൽ ഇടപെടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. പക്ഷേ അവർക്കൊരു ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഇപ്പോഴില്ല. അമേരിക്ക തോൽപ്പിക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശമാണെങ്കിലും അമേരിക്ക ഉണ്ടായിരിക്കേണ്ടതും അവരുടെ ആവശ്യമാണ്. അപ്പം അവരൊന്നും അമേരിക്കയെ ആക്രമിക്കാൻ ഇപ്പോൾ തുടങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ അപകടം എപ്പോഴും ഉണ്ട്. ഇതുപോലത്തെ യുദ്ധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇടപെടുക, ആരാണ് ഇടപെടാതിരിക്കുക, എവിടെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുക, ഒന്നും പ്രവചിക്കാൻ കഴിയാതെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വി ആർ ഇൻ ഫോർ ട്രബിൾ. നമുക്ക് ലോക യാത്രകളെല്ലാം നിൽക്കും, ഓയിൽ സപ്ലൈസിൻ്റെ വില കൂടും, ആളുകൾക്ക് അന്യോന്യം സംസാരിക്കാൻ പറ്റാതെ വരും, മരണങ്ങളുണ്ടാകും. ഇതെല്ലാം പ്രൊവൊക്കേഷൻസ് അല്ലേ? ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള റിയാക്ഷനായിരിക്കും അതിനുണ്ടാകുക. അത് പ്രവചനാതീതം തന്നെയാണ് ഈ സമയത്ത്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നാലല്ലേ പറ്റുള്ളൂ. കാരണം അവരുടെ ഉദ്ദേശത്തിനാണല്ലോ ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനോട് ബന്ധമുണ്ടെങ്കിൽ പോലും അവരുടെ ഇൻട്രസ്റ്റ്, ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റ്, കൊമേർഷ്യൽ ഇൻട്രസ്റ്റ് എല്ലാം അമേരിക്കയിലാണ്. അപ്പോൾ അവർ അമേരിക്കയെ ആക്രമിക്കുന്നതിൽ അത് ഒരിക്കലും സഹകരിക്കുകയില്ല. അപ്പോൾ ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ്റെ ആക്രമണം ചെറുത്തുകൊണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുക. ഇറാനെ സഹായിക്കാൻ പരോക്ഷമായി ചൈനയും റഷ്യയും തയ്യാറാകും. പരോക്ഷമായി ചെയ്തേക്കും, പക്ഷേ മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരുടെയും സിമ്പതി ഉണ്ട്. പക്ഷേ അവർ അമേരിക്കയെ കൺഫ്രണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇറാന് വേണ്ടി. അതിലവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം. സമാധാനത്തിന് നൊബേൽ പുരസ്കാരത്തിന് അവകാശവാദം ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംസാരിച്ചത് ഏറെ യുദ്ധത്തെക്കുറിച്ചായിരുന്നു. ഇറാനെ എങ്ങനെയും ആക്രമിക്കണം എന്നതായിരുന്നു ട്രംപിൻ്റെ മനസ്സ്. അതെ, തീർച്ചയായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ പറ്റി അവർക്ക് നല്ല കൺസേൺ ഉണ്ട്. അത് മറ്റേ ബോംബ് ചെയ്ത് കുറേ സ്റ്റേഷൻസ് നശിപ്പിച്ചെങ്കിലും ഇപ്പോഴും അവരുടെ അടുത്ത് 400 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. കാരണം അവിടെ ഇരുന്നാൽ അതൊരു വെപ്പണായിട്ട് ഉപയോഗിച്ചെന്ന് വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്. അവർക്കൊരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാകുന്നിടത്തോളം കാലം ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്യുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഇതിലൊന്നും അർത്ഥമില്ല, കാരണം നഷ്ടം വരുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. സംഘർഷത്തിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2-3 രാജ്യങ്ങൾ മാത്രമാണെങ്കിലും അതിൻ്റെ പ്രതിഫലനം ലോകമെങ്ങും ഉണ്ടാകും. രാജ്യങ്ങൾ പക്ഷം പിടിക്കുന്നു. അല്ല, അതിനുള്ള സമയം ആയിട്ടില്ല. ഇതൊരു കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഇറാൻ ഈ അമേരിക്കൻ ബേസസിനെ ബോംബ് ചെയ്യുന്നത് നിർത്തിയാൽ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്ത് സംഭവിക്കാം, ഒരു സമാധാനപരമായിട്ടത് പരിഹരിക്കപ്പെടുമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം നമ്മുടെ എല്ലാം കുട്ടികളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇതിനകത്ത് വൺ വേ ഓർ ദി അതർ ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ ആരും ഈ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുകയില്ല, ഭ്രാന്തന്മാരായ ഭരണാധികാരികളല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം ഇതിൽ കൂടുതൽ മുന്നോട്ട് പോവുകയില്ല എന്നത് മാത്രം. ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂതികൾ ആക്രമണം നടത്തിയാൽ ലോകത്ത് എണ്ണയുടെ വില കൂടാനും അതുവഴി അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരാനും കാരണമാകും. അതെ, ഭയങ്കര ഡിസാസ്റ്റർ ആവും. അതുപോലെ സെക്കൻഡ് വേൾഡ് വാറിൽ കണ്ടതല്ലേ. അപ്പോൾ അതുപോലെയുള്ള ഹോർമോസ് അടച്ചാൽ പ്രശ്നം, ഓയിൽ ആഫ്രിക്ക വഴി പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വില പെട്ടെന്ന് കൂടും. പിന്നെ വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കുമെന്നുള്ള ഭയം കാണും. അപ്പോൾ അതുകൊണ്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മുഴുവനും നമ്മുടെ ഓയിൽ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യാമല്ലേ, വിശേഷിച്ചും ഈ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്കയ്ക്കാണ് കാരണമായിരിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുമെന്ന് ആശങ്കിക്കേണ്ടതുണ്ട്. അല്ല, ഇപ്പോൾ തന്നെ പടർന്നു കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ പിന്നെ ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും ഒന്നും അവർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയില്ല, അത് സംഭവിക്കുകയും തന്നെ ചെയ്യും. പക്ഷേ എത്ര പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയെ എല്ലാ തരത്തിലും ബാധിക്കും. നമുക്ക് 400 മില്യൺ ഇന്ത്യൻസ് അല്ലേ അവിടെയുള്ള. ഇവരെ നമ്മൾ എവിടോട്ട് കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും? അവർക്ക് നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടതല്ല. നമ്മളറിയാം, കുവൈറ്റിലെ ഒരു ലിമിറ്റഡ് വാറായിരുന്നു. എന്നിട്ടും നമ്മുടെ ഇന്ത്യക്കാരെ മുഴുവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വാർ സമയത്ത് എത്ര ഫ്രണ്ട്ഷിപ്പ് നമ്മൾക്ക് ആ രാജ്യങ്ങളുമായിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇതുപോലെയുള്ള അഡ്വഞ്ചറിന് പോകില്ല. എങ്ങനെയെങ്കിലും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. അത് അവരുടെ സ്വന്തക്കാരെയോ അവരുടെ നാട്ടുകാരെയും രക്ഷിക്കാനായിരിക്കും
ആദ്യം ശ്രമിക്കുക. പക്ഷെ നമ്മൾ അന്നത്തെ യുദ്ധം ഉണ്ടായത് പോലെ കഴിയുന്നത്ര ഇന്ത്യക്കാരെ പുറത്തു കൊണ്ടുവരാനും മറ്റുള്ളവർ അങ്ങോട്ട് പോകാതിരിക്കാനും ഒക്കെ ഉള്ള ശ്രമം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കംപ്ലീറ്റായിട്ട് അവരെ സേവ് ചെയ്യാൻ വേണ്ടി യുദ്ധക്കപ്പൽ അയക്കാനൊന്നും നമുക്ക് വഴിയൊന്നും തോന്നുന്നില്ല. യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ആ സാഹചര്യം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇത്രയും മില്യൺസ് ഇന്ത്യക്കാരെ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുക? അവരെല്ലാവരും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കില്ല അത്. അപ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയാവുന്നത്.